ഹായ്, ഇന്നത്തെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് സിസ്ലോഗ്. സിസ്റ്റം ലോഗ് എന്നാണ് ശരിക്കും അതിൻ്റെ ഒരു ഫുൾ ഫോമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പം സിസ്ലോഗ് എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ ഡിവൈസിനകത്തും അതിനകത്ത് എന്തൊക്കെ ഇവൻറ്റ്സ് നടന്നു കഴിഞ്ഞാലും ആ ഇവൻറ്റ്സൊക്കെ ലോഗ് മെസ്സേജസ് ആയിട്ട് സേവ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് അതിൻ്റെ ആ ഡിവൈസിൻ്റെ മെമ്മറിയിൽ തന്നെ, ഇപ്പോൾ റൂട്ടർ ആയിക്കോട്ടെ, സ്വിച്ച് ആയിക്കോട്ടെ, കമ്പ്യൂട്ടറുകളായിക്കോട്ടെ, എല്ലാ ഡിവൈസിനും അതിൻ്റെ സിസ്റ്റം ലോഗ്സ് ഉണ്ടാവും. നോർമലി ആ സിസ്റ്റം ലോഗ്സ് ഒക്കെ ആ ഡിവൈസിനകത്ത് ലോക്കലിയാണ് സേവ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഓരോ ഡിവൈസിനും അതിൻ്റേതായിട്ടുള്ള സിസ്റ്റം ലോഗ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള ലൊക്കേഷൻസ് ഉണ്ട്. അപ്പോൾ സിസ്കോ റൂട്ടറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ട്, നമ്മൾ കോൺഫിഗറേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇൻ്റർഫേസ് ഒക്കെ അപ്പാവുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനത്തെ മെസ്സേജുകൾ കൺസോളിലേക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പം ഈ സിസ്റ്റം ലോഗ് മെസ്സേജസ് കൺസോളിലേക്കും സെൻഡ് ചെയ്യും, അതേ സമയത്ത് നമുക്ക് ബഫറിൽ സെൻഡ് ചെയ്യാൻ പറ്റും. ബഫറിലും നമുക്ക് സിസ്കോൻ്റെ റൂട്ടേഴ്സിനകത്ത് ബഫറിലും അത് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ലോഗ് മെസ്സേജസ് ഒക്കെ നോക്കിയിട്ടാണ് പല കേസസും ട്രബിൾ ഷൂട്ടിംഗ് ചെയ്യാറുള്ളത്. അപ്പം പല ഇഷ്യൂസ് വരുന്ന സമയത്ത് ട്രബിൾ ഷൂട്ടിംഗ് ലെവലിൽ നമ്മൾ ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യും. ട്രബിൾ ഷൂട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട്. അതിനകത്ത് വരുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ശരിക്കും സിസ്ലോഗ് മെസ്സേജ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ ആ സിസ്ലോഗ് മെസ്സേജസിൽ ഉണ്ടാവും ഏത് സമയത്താണ് ഇഷ്യൂ വന്നത്, എന്താണ് ഇഷ്യൂ വന്നത്, എപ്പോഴാണ് ഇഷ്യൂ, മീൻസ് അതൊക്കെ നമുക്ക് കോറിലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്തിട്ട് എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഈ സിസ്റ്റം ലോഗ്സ് നമുക്ക് ഓരോ ഡിവൈസിലും ലോക്കലി സേവ് ചെയ്യുന്നതിന് പുറമെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്ലോഗ് സെർവറിനകത്തേക്ക് ഈ മെസ്സേജിനെ സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാകുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സെൻട്രലൈസ്ഡ് ലൊക്കേഷനിൽ ഇരുന്നിട്ട് ആ ഒരു സെർവറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡിവൈസിൻ്റെയും ലോഗ് മെസ്സേജസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സെൻട്രലൈസ്ഡ് ലോഗ് സെർവറിനകത്ത് ഇപ്പോൾ അതിൻ്റെ സോഴ്സ് IP നോക്കിക്കഴിഞ്ഞാൽ ഏത് ഡിവൈസിൽ നിന്ന് വരുന്നതാണ് എന്നൊക്കെ ഉള്ളത് വേർതിരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനോ അത് ട്രബിൾ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സെൻട്രലൈസ്ഡ് ലോഗ് സെർവർ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്താൽ മതി, എല്ലാ ഡിവൈസിനും കോൺഫിഗർ ചെയ്ത് കൊടുത്താൽ മതി നമ്മളെ സിസ്ലോഗ് സെർവറിൻ്റെ IP അഡ്രസ് എത്രയാണെന്നുള്ളത്. അപ്പോൾ അവർ സിസ്റ്റം ലോഗ്സ് ഇവൻറ്റ്സ് ജനറേറ്റ് ചെയ്യുന്ന ഇവൻറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് ആ സിസ്ലോഗ് മെസ്സേജസ് ഉണ്ടാക്കിയിട്ട് നേരെ എന്ത് ചെയ്തോളും, അത് സെൻട്രലൈസ്ഡ് ലൊക്കേഷൻസിലേക്ക് അയച്ചോളും. അപ്പോൾ അത് നോക്കിയിട്ട് അഡ്മിനിസ്ട്രേറ്റർക്ക് പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ സെൻട്രലൈസ്ഡ് ആയിട്ട് ഇരുന്നുകൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് സിസ്ലോഗിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് സിസ്ലോഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് സിസ്ലോഗ് കളക്ട്സ് ആൻഡ് സ്റ്റോർസ് ലോഗ് മെസ്സേജസ് ഫ്രം ഡിവൈസസ് ടു എ സെൻട്രൽ ലൊക്കേഷൻ. പിന്നെ സിസ്ലോഗ് സെൻട്രലൈസ് ലോഗ്സ് ഫോർ നെറ്റ്വർക്ക് ഡിവൈസസ്. പിന്നെ വേറെ ഡെഫിനിഷൻ, സിസ്ലോഗ് ഹെൽപ്സ് മോണിറ്റർ ആൻഡ് ട്രബിൾ ഷൂട്ട് നെറ്റ്വർക്ക് ഇവൻറ്റ്സ്. പിന്നെ സിസ്ലോഗ് റെക്കോർഡ്സ് ഡിവൈസ് ഇവൻറ്റ്സ് ആൻഡ് സെൻഡ്സ് ദം ടു എ സെർവർ. പിന്നെ സിസ്ലോഗ് പ്രൊവൈഡ്സ് അലേർട്സ് ആൻഡ് ലോഗ്സ് ഫോർ നെറ്റ്വർക്ക് ഡിവൈസസ്. പിന്നെ സിസ്ലോഗ് ഈസ് യൂസ്ഡ് ഫോർ ലോഗിങ് മെസ്സേജസ് ഫ്രം ഡിവൈസസ്, അങ്ങനെ പറയാം. പിന്നെ സിസ്ലോഗ് സ്റ്റോർസ് ഇവൻറ്റ്സ് ലോഗ് മെസ്സേജസ് ഫോർ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ്. അങ്ങനെ പല രീതിയിലും ഇത് നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ഇത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ഇത് നമുക്ക് ഇതൊക്കെ ഈ സിസ്ലോഗ്, IPSLA അല്ലെങ്കിൽ NAT, DSCP, DNS ഒക്കെ ഇപ്പോൾ IP സർവീസസിൽ വരുന്ന ടോപ്പിക്സാണ്. IP സർവീസസ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് അടുത്ത IP സർവീസ് ഏതാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.